പൂര നക്ഷത്രക്കാരെ കുറിച്ച് ഒരു കാര്യം പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും സന്തോഷത്തിലാണ് എന്നുള്ളത്. പക്ഷെ സത്യം എന്താണെന്ന് അറിയുമോ? ഏറ്റവും മനോഹരമായി ചിരിക്കുന്ന ചില ആളുകൾ ഏറ്റവും ആഴത്തിലുള്ള മുറിവുകളും ഒളിച്ചിരിക്കാം. ജൂലൈ മാസത്തിൽ പൂര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാം. ഒരു ബന്ധം പുതിയ തലത്തിലേക്ക് പോകാം. ഒരു അവസരം നിങ്ങളുടെ മുന്നിലെത്താം. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ യഥാർത്ഥ മുഖം കാണാം. കാരണം ഈ മാസം നിങ്ങളെ പരീക്ഷിക്കാൻ വരുന്നില്ല, നിങ്ങളുടെ മൂല്യം ഓർമ്മിപ്പിക്കാനാണ് വരുന്നത്. പൂര നക്ഷത്രത്തിൻ്റെ അധിപതി ശുക്രനാണ്. നല്ല ആകർഷണ വ്യക്തിത്വം ഉള്ളവരാണ്, കലാപരമായ കഴിവുള്ളവരാണ്, സൗഹൃദങ്ങൾ വിലമതിക്കുന്നവരാണ്, ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണ്, സ്നേഹത്തിൽ ആത്മാർത്ഥത ആഗ്രഹിക്കുന്നവരാണ്. പുറത്ത് കോൺഫിഡൻസ് കൂടുതലാണ്, പക്ഷെ വാലിഡേഷൻ വേണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. പൂര നക്ഷത്രക്കാർ പലപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും, പക്ഷെ സ്വന്തം ദുഃഖം ആരോടും പറയില്ല. നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഇഷ്ടമല്ല, എന്നാൽ ചിലപ്പോൾ ഏറ്റവും ഒറ്റപ്പെട്ടതായി തോന്നുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളെ നിരസിക്കപ്പെടുന്നത് നിങ്ങൾക്ക് പേടി തോന്നാറുണ്ട്. സ്നേഹിക്കുന്നവർ അകന്നു പോകുന്നത് പേടി തോന്നാറുണ്ട്. തങ്ങളെ വിലമതിക്കാത്ത ബന്ധങ്ങൾ, സ്വന്തം കഴിവ് തിരിച്ചറിയപ്പെടാതെ പോകുന്നത്. ജൂൺ മാസത്തിൽ പല പൂര നക്ഷത്രക്കാർക്കും ലവ് ലൈഫിൽ ആശയക്കുഴപ്പം, കരിയർ സംബന്ധിച്ച് കാത്തിരിപ്പ്, പണം വന്നിട്ട് നിലനിൽക്കാത്ത അവസ്ഥ, കുടുംബത്തിലെ ഒരു വിഷയത്തിൽ വിഷമം, പഴയ ഒരാളെക്കുറിച്ച് ഓർമ്മ അനുഭവപ്പെട്ടിരിക്കാം. ഈ ജൂലൈ മാസത്തിൽ വിസിബിലിറ്റി കൂട്ടുന്ന ഒരു സമയമായിട്ട് തോന്നുകയൊക്കെ ചെയ്യും, പക്ഷെ അങ്ങനെ കൂടിയിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ആളുകൾ എന്തായാലും ശ്രദ്ധിക്കാൻ കുറച്ച് തുടങ്ങും. ഇൻ്റർവ്യൂ സക്സസ് ഉണ്ടാകും. ക്രിയേറ്റീവ് പ്രോജക്റ്റ്, മീഡിയ എക്സ്പോഷർ, ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന പൂര നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രസൻറ്റേഷൻ പ്രധാനമാണ്. ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ വിശ്വസിക്കണം. അതുകൊണ്ട് ബ്രാൻഡിങ് ഗ്രോത്ത്, സോഷ്യൽ മീഡിയ റീച്ച്, ന്യൂ ക്ലയൻസ്, പാർട്ട്ണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സമ്പത്തിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സമ്പാദിക്കുന്നതിനേക്കാൾ ചെലവഴിക്കുന്നത് ശ്രദ്ധിക്കുക. ലക്ഷറി സ്പെൻഡിങ് കൂടാം. ഫാഷൻ, ട്രാവൽ, എൻ്റർടൈൻമെൻറ്റ് ചെലവുകൾ വർദ്ധിക്കാം. വരുമാന അവസരങ്ങളും കൂടാം. സേവിങ്സ് അവഗണിക്കരുത്. പ്രണയം നോക്കുകയാണെങ്കിൽ ജൂലൈ മാസത്തിൽ കൂടുതൽ ശക്തമാണ് കാണുന്നത്. കാരണം പൂര നക്ഷത്രക്കാർക്ക് സ്നേഹം ഒരു വികാരമല്ല, ഒരു അനുഭവമാണ്. പുതിയ റിലേഷൻഷിപ്പ് ആരംഭിക്കാം. പഴയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആകാം. സിംഗിൾ ആയവർക്ക് ശക്തമായ അട്രാക്ഷൻ ഉണ്ടാകാം. പക്ഷേ റെഡ് ഫ്ലാഗ് അവഗണിക്കരുത്. വിവാഹം ആലോചിക്കുന്നവർക്ക് കുടുംബ ചർച്ചകൾ സജീവമാകാം. നല്ല പ്രപ്പോസൽ വരാം. ബന്ധം കൂടുതൽ സീരിയസ് ആകാം. സ്റ്റുഡൻസിന് ക്രിയേറ്റീവ് സ്റ്റഡീസ്, ആർട്ട്, മീഡിയ, ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ മികച്ച പുരോഗതി കാണാം. പക്ഷേ ഡിസിപ്ലിൻ നിർണായകമാണ്. പൂര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി അവരുടെ ആകർഷണ ശക്തിയല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാനുള്ള കഴിവാണ്. പക്ഷേ ജൂലൈ മാസം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ജീവിക്കുകയാണോ അതോ സ്വയം സന്തോഷം കണ്ടെത്താനോ? കാരണം ഈ മാസം ഒരു തിരിച്ചറിവ് വരാം. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്തവരെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ലെന്ന് ആ തിരിച്ചറിവ് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത വലിയ അധ്യായം ആരംഭിക്കും.